അണുബോംബ് നിർമ്മിക്കും. അത് ഇസ്രയേൽ എന്ന രാജ്യത്തെ തുടച്ചു നീക്കും. സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കണം. ഇത് പറഞ്ഞാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിൽ മിസൈലുകൾ വർഷിച്ചത്, ആക്രമണം തുടങ്ങിയത്. ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് മുഴുവൻ ഇറാന്റെ ആണവ നിലയങ്ങളായിരുന്നു. കഴിഞ്ഞ 6 ദിവസമായി നെറ്റാൻസിലും മറ്റും വ്യോമാക്രമണം നടത്തി. പക്ഷേ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടക്കം പറയുന്നത്. ഇവിടെയാണ് ഇസ്രയേൽ അമേരിക്കയുടെ എൻട്രി ആഗ്രഹിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് ഇനി അമേരിക്കയുടെ സഹായം വേണം. ഇസ്രായേലിന് വേണ്ടത് ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ്. എന്താണ് ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇറാനിലെ ആണവ നിലയങ്ങളാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഈ കാണുന്ന പോലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ മുഴുവൻ ആക്രമണങ്ങളും. അവിടെ ഇസ്രായേലിന് തടസ്സമാകുന്നത് ഈ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുടെ ഭൂപ്രകൃതിയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. നമുക്ക് ഉദാഹരണത്തിന് ഫോർദോ ആണവ നിലയം എടുക്കാം. ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ നിലയമാണ് ഈ പറയുന്ന ഫോർദോ. പർവ്വത മേഖലയ്ക്ക് അടിയിലാണ് ഈ ആണവ നിലയം സ്ഥിതി ചെയ്തത്. അതായത് ഫോർദോ നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ സാധാരണ മിസൈലുകളും ബോംബുകളും കൊണ്ട് സാധിക്കില്ല. ഇസ്രായേൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിന് പരിശ്രമിച്ചിരുന്നു, പക്ഷേ പരാജയപ്പെട്ടു. അവിടെയാണ് അമേരിക്കയുടെ സഹായം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതും ഇസ്രായേലിന് ആ സഹായം അനിവാര്യമാകുന്നതും. അമേരിക്കയുടെ കയ്യിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേലിന് വേണ്ടത്. മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ GBU-57. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് ബങ്കറും തുളച്ചു കയറാൻ കഴിയുന്ന ബോംബുകൾ. 14,000 കിലോയാണ് ഈ ബോംബുകളുടെ, ഈ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ ഭാരം എന്ന് പറയുന്നത്. 200 അടി കട്ടിയുള്ള പാറകൾ വരെ തകർത്ത് ഉള്ളിലേക്ക് പോകാൻ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കഴിയും. അതായത് ഭൂഗർഭ ബങ്കറുകളും അതോടൊപ്പം തന്നെ ഈ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളുമൊക്കെ തകർക്കാൻ, സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വികസിപ്പിച്ചെടുത്തതെന്ന് ചുരുക്കം. ബോയിങ് ആണ് ഈ MOPയുടെ ഈ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. നോക്കൂ, അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കരുത്തുറ്റ ഒരു സ്റ്റീലിൽ നിർമ്മിച്ച ഒരു പുറം പാളി ഉണ്ടാകും. പാറകളിലൂടെയും അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റിലൂടെയും ഒക്കെ ഊർന്നിറങ്ങാൻ ഈ സ്റ്റീൽ ആവരണം സഹായിക്കും. 2400 കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളും ഇതിന് വഹിക്കാൻ കഴിയും. ഡിലേഡ് ആക്ഷൻ ഡിറ്റനേഷൻ സിസ്റ്റം എന്ന ജ്വലന സംവിധാനമാണ് ഈ ബോംബിലുള്ളത്. ഭൂഗർഭ അറകളിലേക്കും അതോടൊപ്പം ടണലുകളിലേക്കും ഊർന്നിറങ്ങി സ്ഫോടനം നടത്താൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രഹരം അത് കനത്തതായിരിക്കും, നശീകരണത്തിന്റെ തോതും കൂടും. അതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്ന് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ആവശ്യപ്പെടാനുള്ള കാരണവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം, അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആശുപത്രി അടക്കം തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവരുടെ ലോകപ്രസിദ്ധമായ വ്യോമ പ്രതിരോധ സംവിധാനം. ഇറാന്റെ ഈ ആക്രമണങ്ങൾ, ഈ മിസൈലുകൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് തടുക്കാൻ കഴിയാത്തത്? പരാജയപ്പെട്ടോ ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം? 7ാം ദിവസത്തിലേക്ക് സംഘർഷം കടക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളിലെ പാളിച്ചകൾ ലോകം ചർച്ച ചെയ്യുകയാണ്. എന്തൊക്കെയാണ് പരിമിതികൾ, എന്തൊക്കെയാണ് ആ പാളിച്ചകൾ അയൺ ഡോമിന്റെ? അതുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ലോകം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർത്തുന്നത് ഇടിച്ചിട്ടോ അയൺ ഡോം എന്നുള്ളത് തന്നെയാണ്. അതായത് എന്തൊക്കെയാണ് പരിമിതികൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അയൺ ഡോമിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. ഇനി പരിമിതിയിലേക്ക് വന്നാൽ, ഇറാൻ തൊടുക്കുന്നത് ഒരേ സമയം 100 കണക്കിന് മിസൈലുകളാണ്. ഇതിനെ പ്രതിരോധിക്കാൻ അയൺ ഡോമിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരുമിച്ചെത്തുന്ന മിസൈലുകളെ തടുക്കാൻ, പ്രതിരോധിക്കാൻ അയൺ ഡോമിന് കഴിയുന്നില്ല. ഈ ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകളെ റഡാറുകളിൽ കണ്ടെത്താനും തടുക്കാനും അയൺ ഡോമിന് കഴിയില്ല. അതിന് ഡേവിഡ് സ്ലിങ്ങും അല്ലെങ്കിൽ ആരോ 3യും വേണം ഇസ്രായേലിന്. നോക്കൂ, അത് മാത്രമല്ല, ചെലവ് കൂടിയുണ്ട്, പണം കൂടിയുണ്ട്. ഒരു മിസൈൽ തടയാൻ $100,000 ചെലവ്. $100,000. അതായത് ഒരു ഇന്റർസെപ്റ്റർ മിസൈലിന്റെ ചെലവാണ് ഈ $100,000 എന്ന് പറയുന്നത്. ശരിയാണ്, ആളപായം ഒഴിവാക്കാം, മറ്റ് നാശനഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാം. പക്ഷേ $100,000 എന്ന് പറയുന്നത് ചെറിയ തുകയല്ലല്ലോ. ഈ അയൺ ഡോമിന്റെ ഒരു ബാറ്ററിയിൽ 3-4 ലോഞ്ചറുകൾ വഹിക്കാൻ കഴിയും. ഒരു ലോഞ്ചറിൽ 20 ഇന്റർസെപ്റ്ററുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ അതിന്റെ ഒരു ബാറ്ററിയുടെ ചെലവ് എത്രയാണെന്നറിയോ? $100 മില്യൺ ആണ്. $100 മില്യൺ എന്ന് പറഞ്ഞാൽ $10 കോടി. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ 800 കോടിയിലധികം രൂപ വരും. ഇനി എല്ലാവരും, ലോകം മുഴുവൻ ഒരുപക്ഷെ കാത്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഇനി
എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടിയാണ്. ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ നിമിഷം ഇസ്രായേലിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ഇറാന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിടുകയാണ് ഇസ്രായേൽ എന്ന്. ഹോലോൺ അടക്കമുള്ള ഇസ്രായേൽ നഗരങ്ങളെ തകർത്ത് ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നതോടെയാണ് ആയത്തുള്ള അലി ഖമേനിയെ, അതായത് ഇറാന്റെ പരമോന്നത നേതാവിനെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന സൂചനയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭരണ കേന്ദ്രങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്തെ ഹിറ്റ്ലറാണ് ഈ ആയത്തുള്ള അലി ഖമേനി എന്നും ഖമേനിക്ക് ഭൂമുഖത്ത് തുടരാൻ അർഹതയില്ല എന്നും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സമാനമായ സൂചനയാണ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ജിജിൻ ജയപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിജിൻ, സൈനിക സിവിലിയൻ റാങ്കിലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കളെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ. അടുത്തത് പരമോന്നത നേതാവാണോ? തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെയാണ് ഈ നിമിഷം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇറാൻ പ്രതിരോധ മന്ത്രിക്ക് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോൾ പറയുകയാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് ഈ ഭൂമുഖത്ത് തുടരാൻ യാതൊരു അവകാശവുമില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതായത് ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് ഇസ്രായേൽ ഏത് നിമിഷവും കടക്കുമെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. ഇസ്രായേലിലെ ആശുപത്രികളടക്കം ഫെറോ നഗരത്തിൽ പലയിടങ്ങളിലും ഇപ്പോഴും ആക്രമണം നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. IDF പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വടക്കൻ മേഖലകളിൽ ഇപ്പോഴും അപായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കടുത്ത ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കും. ആ തിരിച്ചടി എങ്ങനെയാകുമെന്നതിൻ്റെ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അയത്തുള്ള അലി ഖമനേയിയാണ് ലക്ഷ്യം. ഇറാൻ്റെ സൈനിക മേധാവിമാർ, ആണവ ശാസ്ത്രജ്ഞർ തുടങ്ങിയവരെല്ലാം ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഇറാന് കനത്ത ആഘാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഒരു വശത്ത് ആണവ കേന്ദ്രങ്ങൾ, ഇറാൻ നടത്തുന്ന ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോവുക, മറുവശത്ത് രാഷ്ട്രീയമായി ഒരു അനിശ്ചിതത്വം ഇറാനിൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം. അതിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട്. മറുവശത്ത് ഇറാന് വേണമെങ്കിൽ അയൺ ഡോമിന് സമാനമായ പ്രതിരോധ സംവിധാനം റഷ്യ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ആ വാഗ്ദാനം ഇതുവരെയും ഇറാൻ സ്വീകരിച്ചിട്ടുമില്ല. ആര്യ.